നിങ്ങളെവിടെ മൈൻഡ് നെയ്മർ വാ നമുക്ക് പോവാം കേറിക്കോ. അതെ നെയ്മറെ വാ മീശി വെച്ചോണ്ട് അവിടെ ഇരുന്നോ. അത് ഞാൻ മീശയും വെച്ചോണ്ട് ഇടുന്ന മിക്കവാറും അനാമിയും മീശ അങ്ങ് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. അതൊരിക്കലും ചെയ്യത്തില്ല. മല്ലു വിഷമിക്കണ്ട. ഡാ നെയ്മറെ നിന്നെ മിക്കി വിളിച്ച് നീ ആ വണ്ടി കേറിക്കോ. നീ എവിടെ ഇരുന്നോ മല്ലു. മിക്കിക്ക് പെണ്ണല്ല നെയ്മറിന് സെറ്റ് ആയി. മിക്കിക്ക് മീശ വേണ്ട. മൂത്താപ്പ മീൻസ് കാരണവർ. കാരണവർ നമ്മളുടെ അപ്പൂപ്പന്റെ ഒക്കെ ഇത് അതാണോ ഉദ്ദേശിച്ചത്? അയ്യോ എന്നാലും ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് വരാം. സമയായി. മാനേജ് ചെയ്തു. വരാം. ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീശ ജാടയാണ് നെയ്മർ. ഇപ്പൊ വരും. നിങ്ങൾ പോവണ്ട, ഇപ്പൊ വരും. മീശയ്ക്ക് മീശയുടെ കടയിൽ കയറിയില്ലെന്നുണ്ടെങ്കിൽ മീശേന അവിടുന്ന് പൂച്ചക്കുട്ടി എടുത്ത് കളയുന്നാണെങ്കിൽ തൂക്കിയെടുത്ത് കളയും. മീശ പോയത് കൊണ്ട് ബാക്കിയുള്ളവരെ ഇറങ്ങി പോണെന്തോ. അനാമി നീ വിഷമിക്കണ്ട, അവൻ അവിടെ ഇരിക്കട്ടെ. മിക്കവാറും ഇത് അവിടെ ഇരിക്കത്തേ ഉള്ളു. വരണ്ട, ആ വഴിക്ക് പൊക്കോ. എന്നാ ഞാനും പോട്ടെ. മീശ വരും. മീശ ഒരു 10-15 മിനിറ്റിനകം ജോയിൻ ചെയ്യും. കാരണം വീട്ടിൽ നിന്ന് 10 മിനിറ്റ് മതി. വീട്ടിൽ നിന്ന് സ്റ്റുഡിയോയിലോട്ട് എത്താനുള്ള ടൈം കൊടുക്കുക ഗൈസ്. ഫുഡ് കഴിക്കാൻ വന്നില്ലേ. അപ്പൊ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ആണല്ലേ അല്ലതാ. അങ്ങനെ പറയരുതടാ. അവള് നിന്നെ അപ്പഴേ വിളിച്ചില്ലേ സിജന ചേച്ചി. എന്നാലും എല്ലാരും ലൈക്ക് ആൻഡ് സബ് ഗൈസ്. സിജന ചേച്ചി എന്നാലും മിക്കി വണ്ടി സ്റ്റാർട്ടാക്ക്. ഞാൻ വന്നു പിന്നെ അല്ല. അനാമി വിഷമിക്കണ്ട. നിനക്ക് വേണ്ടിട്ട് മല്ലു ഇവിടെ നിൽക്കുകയല്ലേ സംസാരിച്ചിട്ട്. നെയ്മർ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വീണ്ടും ശല്യം ചെയ്യൂ? ഇല്ലല്ലോ, വേറെ നല്ലത് നോക്കൂലേ. അതാണ് സത്യമാണ്. എന്തിനാണ് അതിനൊക്കെ കോഴിത്തരം എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത്? ഓക്കേടാ. നമ്മളൊരാൾക്ക് ഇഷ്ടം പറയുമ്പോഴത്തേക്ക് ആ പുള്ളി ഇത് റിജക്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ ആ പുള്ളിയുടെ പുറകെ ഇങ്ങനെ വലിഞ്ഞേറി പോവരുത്. ആ സ്നേഹം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കണം. ഒരു ടൈം കഴിഞ്ഞിട്ട് ഉടനെ പോയി കൊടുക്കണമെന്നല്ല, മറ്റൊരാൾക്ക് കൊടുക്കണം. അതിനെ കോഴിത്തരം അങ്ങനെയൊന്നും വിളിച്ച് ആക്ഷേപിക്കരുത് പിള്ളേരെ. ഇപ്പൊ ആ പുള്ളിനെ ഓർത്തിരുന്നിട്ട് എന്തോ കാര്യമാണ്? ആ പുള്ളിക്ക് വേറൊരു ലൈഫുണ്ട്. ആ പുള്ളി വേറൊരു ലൈഫിലോട്ട് പോകും ഇല്ലേ? നമ്മൾ ചുമ്മാ അവിടെ ഇരുന്ന് അയ്യോ ഇവരെയും കെട്ടു ഇവരെ കെട്ടു എന്നും പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതെ ഞാൻ ചെയ്തോളൂ. അതാണ് ചേച്ചി മിക്കി അതേ ചെയ്തോളൂ. അതാണ് മിക്കി വന്ന് വണ്ടി ഇട്. വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ ഗായ്സ്? സിജിനേച്ചി കൗണ്ടർ. വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ? ഞാൻ നിന്നെ പോളണ്ടിലേക്ക് വെൽക്കം ചെയ്യട്ടെ അനാമി. ഓ സിജിന ഞാൻ അടിച്ചോളാം. കേറിക്കോ. ബൂം ബൂം ബൂം. നെയ്മറേ മല്ലു വേണമെന്നില്ല. അനാമി നമ്മുടെ മീശയും കൊണ്ടേ പോകത്തുള്ളൂ. മീശയ്ക്ക് കുറെ തേപ്പ് കിട്ടുന്നുണ്ട് ഗൈസ്. അതാണ് മീശ ഇങ്ങനെ നിൽക്കുന്നത്. 1-2 അല്ല, എത്രയോ തേപ്പുകൾ കിട്ടിയിരിക്കുന്നു മീശയ്ക്ക്. അതാണ് പെറ്റി കിട്ടൂല ഗൈസ്. ഞങ്ങൾക്ക് ഇന്നലെ മെനങ്ങാന്ന് പെറ്റി അടിച്ചു വന്നു. സൂപ്പർ ആയിരുന്നു. ഇനിയിപ്പോ വരാൻ കിടപ്പുണ്ട്. കാരണം നമ്മള് നിശാന്തന്റെ വീട്ടിൽ പോകുന്ന എല്ലാ സൺഡേയും നിശാന്തന്റെ വീട്ടിൽ പോകുന്നതും തിരിച്ചു വരുന്നതും ആ സ്ഥലത്തൂടെയാണ്. അവിടെ ക്യാമറ വർക്കിംഗ് ആയി തുടങ്ങി. ഇത്ര നാൾ വർക്കിംഗ് അല്ലായിരുന്നു. ഇനിയിപ്പം വരും. എന്തായാലും നല്ല രീതിയിലുള്ള എമൗണ്ട് കാണുമായിരിക്കും. ഒന്നേ ഉള്ളൂ, നീ വേറെ എടുത്തോ. അതാണ്, നീ വേറെ എടുത്തോ. എന്നാൽ ഹെൽമെറ്റ് വെച്ചോണ്ട് പോയില്ലെങ്കിൽ നിനക്ക് പെറ്റി കിട്ടും. അങ്ങനെ മിക്കി നെയ്മറും ഒന്നായി ആണ്. അതാണ് അവരൊന്നായി ഗൈസ്. അവരൊന്നിക്കുകയാണ് ഗൈസ്. ഞാൻ എടുത്തിട്ട് വരാമെങ്കിൽ. മിക്കി പോവാണോ? മിക്കി പോകുന്നൊന്നുമില്ല. മിക്കി ഒന്ന് നെയ്മറിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി റൗണ്ട് ഒക്കെ അടിച്ചിട്ട് വരും. കഥയിലെ രാജകുമാരനും രാജകുമാരിയും നന്ദു അവര് പോയി. അതാണ് ഇനി അനാമി മാത്രമേ ഉള്ളൂ. മല്ലു പോയോ?